ഹലോ, ഞാൻ ഷെഫ് അലക്സ്. ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആൽഫ്രെഡോ ചിക്കൻ പാസ്ത, ഒരു കോണ്ടിനെൻ്റൽ ഡിഷാണ്. എളുപ്പത്തിൽ വീടുകളിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനാദ്യം വേണ്ടത് ബട്ടറാണ്. കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് മിൽക്കാണ്. വൈറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമുക്ക് സോസ് തയ്യാറാക്കാം. ബെച്ചമൽ സോസാണ് തയ്യാറാക്കാൻ പോകുന്നത്. പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലാണ് നമുക്ക് ഈ സോസ് തയ്യാറാക്കേണ്ടത്. അതിനായി നമുക്ക് ആദ്യം ബട്ടർ ഇടാം. നമ്മൾ കുറച്ച് ബട്ടർ ഇടുന്നുണ്ട്. ഏകദേശം ഒരു സ്പൂണിൻ്റെ അടുത്തുള്ള ബട്ടർ ഇടുന്നുണ്ട്. നമുക്കിതിന് വേണ്ടത് ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വേണം ഈ സോസ് ഉണ്ടാക്കാൻ. ലോ ഫ്ലെയിമിലേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ബട്ടർ മെൽറ്റായതിനു ശേഷം നമുക്ക് അതേ അളവിൽ തന്നെ കുറച്ച് വൈറ്റ് ഫ്ലോർ ഇടാം. മൈദ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായിട്ടുണ്ട്. എല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിനോട്ട് പാൽ ചേർക്കാം. ഒരുപാട് പാൽ വേണമെന്നില്ല, കുറച്ച് പാൽ മതി. നമുക്ക് പാസ്ത ഉണ്ടാക്കാവുന്ന അത്ര അളവിൽ ഒരു പോർഷൻ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നിർത്താതെ ഇങ്ങനെ മിക്സ് ചെയ്യണം. നമുക്ക് മിക്സ് ചെയ്യാൻ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കണം. ടൈറ്റ് ആവുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു ബേ ലീഫ് ചേർക്കാം. ബേ ലീഫിൻ്റെ ഒരു പകുതി മതിയാവും, ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ടൈറ്റായി വരുന്നുണ്ട്. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ടൈറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. നമുക്ക് പാസ്ത ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് പെന്നെ പാസ്തയാണ്. ഇത് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് സാധാരണ പോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒനിയൻ, സെലറി, ഗാർലിക് ആൻഡ് ബെൽ പെപ്പർ. കുറച്ച് ബ്ലോക്ക് ചീസ് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തതാണ്. നമുക്ക് വീടുകളിൽ എളുപ്പമായിട്ട് വാങ്ങാൻ കടകളിൽ കിട്ടുന്ന സാധാ ചീസ് തന്നെയാണ് ബ്ലോക്ക് ചീസ്. സാധാരണ പാസ്തയ്ക്ക് ഉപയോഗിക്കുന്ന പാർമസൻ ചീസാണ്. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ചീസ് ഉപയോഗിക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒലീവ് ഓയിലാണ്. നമ്മൾ ഒലീവ് ഓയിലാണ് ഈ കുക്ക് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്. പിന്നെ ഇതിന് വേണ്ടത് ബ്ലാക്കും ഗ്രീനും ഒലീവ്സാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പാസ്തയുടെ മസാല എന്ന് പറയുന്നത് ഇത്രയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമുക്ക് പരിചയപ്പെടാം. റോസ്മേരി, ഒറിഗാനോ, തൈം, ബ്ലാക്ക് പെപ്പർ, വൈറ്റ് പെപ്പർ, സാൾട്ട്. ഞാൻ പാസ്ത ബോയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് പിന്നെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒലീവ് ഓയിൽ ഒഴിക്കാം. കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്, കുറച്ച് ഗാർലിക് ഇടാം. ഒനിയൻ, കുറച്ച് ബെൽ പെപ്പർ ആൻഡ് സെലറി. ഇത്രയും സാധനം നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇത് കുക്കായതിനു ശേഷം നമുക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. കുക്കായി വരുന്നുണ്ട്. അത്യാവശ്യം സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ഫ്ലേവർ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഗാർലിക്കും സെലറിയും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച നമുക്ക് ചിക്കൻ കുക്കാവുന്നവരെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വെള്ളം ചേർക്കാം. ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബെച്ചമൽ സോസ് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് വേണ്ട സോസ് മാത്രം ഇതിനകത്ത് ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ടൈറ്റായ ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. ഇതിലോട്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി നട്ട്ബഗ് നമുക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിടാം. ഇതിലോട്ട് ബാക്കിയുള്ള മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട. കുറച്ച് റോസ്മേരി, ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒറിഗാനോ കുറച്ച് കൂടുതലിട്ടു. പിന്നെ ഉള്ളത് തൈമാണ്. തൈം വളരെ കുറച്ച് ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി മാത്രം നമ്മൾ ഈ മസാലകൾ ഇടുന്നത്. വൈറ്റ് പെപ്പർ, ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പർ, ആവശ്യത്തിനായ ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യാനുസരണം ഉപ്പിട്ടാൽ മതി.
ഇതിലോട്ടൊരു പിഞ്ച് ഷുഗർ ഇടുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിതിലോട്ട് അടുത്തതായിട്ട് കുറച്ച് ക്രീം ആഡ് ചെയ്യാം. നമ്മുടെ ആൽഫ്രഡോ പാസ്തയുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പാസ്ത ആഡ് ചെയ്യാം. പെന്നെ പാസ്തയാണ്. കുറച്ച് പാസ്ത ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇളക്കി ചേർക്കാം. നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് ചീസ് ആഡ് ചെയ്യാം. ചീസും ബ്ലാക്ക് ഒലീവ്സും ആഡ് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. നമുക്ക് ചീസ് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പാസ്ത റെഡി ആയിട്ടുണ്ട്. സെർവിങ് ബോളിലോട്ട് മാറ്റാം. നമ്മുടെ ആൽഫ്രഡോ ചിക്കൻ പാസ്ത നന്നായിട്ടുണ്ട്. ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയിൽ അടുത്ത വെസ്റ്റേൺ ഐറ്റവുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.